പെൺകുട്ടി 3 ആണും. ആങ്ങളാരാണ് വിവാഹമായിട്ട് കൂലിപ്പണിക്ക് പോയിട്ട് 7 പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തൊക്കെ. അതിനുശേഷം ആങ്ങളാര് കല്യാണം കഴിച്ച് അങ്ങനെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജീവിച്ചു വളർന്നത്. ഒരുപാട് കഷ്ടപ്പാടുകളിൽ കൂടെ വളർന്നു വന്നതാണ്. വസ്ത്രത്തിനായിക്കോട്ടെ, ഫുഡിനായിക്കോട്ടെ എല്ലാം നല്ല ബുദ്ധിമുട്ടി കൂടെ വളർന്നു വന്ന, വേദനകൾ അനുഭവിച്ചു വന്നൊരു കുട്ടിയാണ്. അതിനുശേഷം അവര് പഠിപ്പിക്കുക എന്നുള്ളതല്ല നോക്കിയേ, ഓരോ കൈകളിൽ എത്തിച്ചു കൊടുക്കുക, വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. 18 വയസ്സാവുക എന്നുള്ളതുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഞാൻ വരന്തരപ്പള്ളി പഞ്ചായത്തില് കാര്യവളം എന്നുള്ള സ്ഥലത്ത് എനിക്ക് വിവാഹം കഴിച്ചു എന്ന് വിട്ടത്. ഈ 3 പെൺകുട്ടികളാണ്, സന്തോഷമായിട്ട് ജീവിച്ചു പോണു. സന്തോഷമുള്ള കുടുംബത്തിലേക്കാണ് വിവാഹം കഴിച്ചിട്ട്. 3 ആൺപിള്ളേരാണ്. മൂത്ത ആളാണ് എന്നെ വിവാഹം കഴിപ്പിച്ചത്. നല്ല സന്തോഷമായിട്ട് ജീവിച്ചു പോണു. ആള് ഗൾഫിലായിരുന്നു. നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നതിൻ്റെ ഇടയ്ക്ക് കൊറോണ വന്നു. നാട്ടിലെത്തി. ജോലിയൊക്കെ പോയി. എന്ത് ചെയ്യണം എന്നറിയില്ല. 3 മക്കളെ പഠിപ്പിക്കണം. മൂത്ത മോള് +2 എത്തി. എന്തെന്നറിയാതെ ഇരിക്കുന്ന സമയത്ത് ആള് നാട്ടിലെത്തി. നമുക്ക് പൈസ ഇല്ലാണ്ടായി. അങ്ങനെ തോട്ടത്തില് ഇവിടെ റബ്ബർ എക്സിറ്റിന്റെ ആരിഫ്സ് എന്നുള്ള കമ്പനിയിൽ വർക്കിന് കയറാൻ തുടങ്ങി. എന്നെ ഒന്നും വിട്ടേർന്നില്ല. എന്നെ വിടാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ എന്താ പറയാ, വിവാഹം കഴിഞ്ഞ് വന്നൊരു തത്തേനെ കൂട്ടിലിട്ട പോലെ കുട്ടികളെ നോക്കിയിരിക്കുകയായിരുന്നു. പുറം ലോകമൊന്നും കാണലൊന്നുമില്ല. സന്തോഷമായിട്ട് ജീവിച്ചു പോവുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇക്ക നാട്ടില് അങ്ങനെ പണിക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. ഞാൻ ഒരുമിച്ച് ഇറങ്ങാൻ തുടങ്ങി. ആൾക്ക് 400 രൂപ കിട്ടുന്നു. അങ്ങനെ എനിക്ക് 400 രൂപ കിട്ടാൻ രണ്ടുപേരും കൂടെ 2017, 18 തൊട്ടിട്ട് തോട്ടത്തിലിറങ്ങി. 6 വർഷത്തോളം അവിടെ തോട്ടത്തൊഴിലാളിയായിരുന്നു. ഒരു അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. പക്ഷെ അവിടെ അങ്ങനെ പണിക്ക് പോയതിനു ശേഷം വെരിക്കോസിന്റെ ബുദ്ധിമുട്ട്, കിഡ്നിയിലെ കല്ലൊക്കെ യാദൃശ്ചികമായിട്ട് പണിയുടെ സ്ട്രഗിൾ അനുഭവിച്ച് വന്നു തുടങ്ങി. പക്ഷെ നമുക്കറിയാലോ, ഒരു ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ കുറികളും ലോണുകളും ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് അടഞ്ഞു പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഈ പെട്ടെന്ന് ജോലിയൊക്കെ പോയി 400 രൂപ കിട്ടിക്കൊണ്ട് നമുക്കൊന്നും നടക്കൂല. അങ്ങനെ ഉച്ച വരെ പണിയുള്ളൂ. ഇപ്പൊ 2 പശുക്കളെയും നോക്കിയിട്ടാണ് ജീവിതം മുന്നോട്ട് പോയിരുന്നത്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് 4:30 കഴിഞ്ഞിട്ട് പശുവിനെ കറന്ന് 2 പശുക്കളെയും വളർത്തി ആ പാല് കൊണ്ട് കൊടുത്ത് തോട്ടത്തിൽ പോണ വഴിക്ക് പാല് കൊടുത്ത് 7 മണിയാകുമ്പോഴേക്കും മസ്റ്റ് കയറി തോട്ടത്തിൽ കയറി രണ്ടുപേരും പണിയെടുത്ത് വരും വഴിക്ക് പുല്ലൊക്കെ അരിഞ്ഞ് കുപ്പിയൊക്കെ പറക്കി വരും. പാല് കൊടുത്ത് കുപ്പി ഉച്ചരിഞ്ഞ് വീണ്ടും കറക്കും. അങ്ങനെ വലിയ കുഴപ്പമില്ല. പിന്നെ സ്റ്റിച്ചിങ്ങും ചെയ്യും. അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് 6 വർഷത്തോളം കടന്നുപോയി. 6 വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ, വെരിക്കോസിന്റെ ബുദ്ധിമുട്ടൊക്കെ വന്നതിന് ശേഷം അവിടെ വെച്ചിട്ട് ഒരു രേഷ്മ എന്ന് പറഞ്ഞൊരു മേഡത്തിനെ പരിചയപ്പെട്ടു. ആ മേഡാണ് എനിക്ക് എലമെന്റ്സിന്റെ പ്രൊഡക്ട്സ് എൻ്റെ കൈകളിലേക്ക് ആദ്യമായിട്ട് തന്നത്. അതിന് വെരിക്കോസിന് എനിക്ക് ബ്ലഡ് പ്യൂരിഫയർ, ചമ്പിൻ തൈലം, വെളഹാട്ട് അങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്ട്സുകൾ എനിക്ക് തന്നു. അപ്പൊ എനിക്ക് ഓപ്പറേഷൻ എഴുതിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിലേക്ക് കോടാലിലെ ഡോക്ടറെ കണ്ടപ്പോൾ. അപ്പോൾ ഇത് കുട്ടികളെ വെക്കേഷൻ വന്നിട്ട് വേണം, 3 പെൺകുട്ടികളെ ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. വെക്കേഷൻ വന്നിട്ട് പോകാൻ വെച്ചിട്ട് ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, വേദനകളൊക്കെ സഹിച്ച്. അപ്പോൾ ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിന് ശേഷം, ഹലോ കേൾക്കുന്നില്ലേ? മാഡം. ഉൽപ്പന്നം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ തോട്ടപ്പണി അന്ന് തന്നെ ഞാൻ കളഞ്ഞു. ഫുൾ ടൈം എൻ്റെ കയ്യിൽ ഈ ബിസിനസ് കിട്ടിയ അന്ന് തന്നെ ഞാൻ ഫുൾ ടൈം എടുക്കാൻ എടുത്തു. ഹോം ഷോപ്പിംഗ് എടുത്തു. 60,000 രൂപയ്ക്ക് ഉൽപ്പന്നം എടുക്കണമെന്ന് വെച്ചു. പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്വർണം കൊണ്ട് പണയം വെച്ചിട്ടാണ് 60,000 രൂപയ്ക്ക് ഉൽപ്പന്നം എടുത്തു. അപ്പൊ അവര് പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കരിയറായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ഉൽപ്പന്നം എടുത്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഈ ഉൽപ്പന്നത്തെ കുറിച്ച് കറക്റ്റ് ആയിട്ട് പഠിക്കാനും എല്ലാ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പഠിക്കാനൊക്കെ ബൾക്കായിട്ട് എടുത്താൽ നമുക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ലീഡേഴ്സുകൾ പറഞ്ഞത്. അപ്പൊ അതിനുശേഷം ഞാനപ്പോ എല്ലാ പ്രൊഡക്റ്റുകളും കിട്ടുകയും ചെയ്യും. നമുക്കിത് ചെയ്യും ചെയ്യാം. എനിക്കിനി മുന്നോട്ട് തോട്ടായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം കുട്ടികൾ വളർന്നു വരുന്നു. മോള് +2 എത്തി. ഇനി പഠിപ്പിക്കണം. എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പൊ എന്തെങ്കിലും ഇതിന്റെ സാധ്യത മനസ്സിലാക്കി ഞാൻ യൂട്യൂബിലൊക്കെ കയറി പിന്നെ മുഹമ്മദ് സാറിന്റെ വീഡിയോസുകൾ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. എനിക്ക് പ്രായം തന്ന സാർ എനിക്ക് ഇത് ഇട്ട് തന്നിരുന്നു. അപ്പൊ മുസ്ലിംസ് കുട്ടികൾക്ക് ഇത് പറ്റുമോ എന്നുള്ളൊരു സംശയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് ചെയ്യാൻ പറ്റുമോ, ഇത് എന്താണ്, ഇത് തെറ്റിദ്ധാരണകളാണല്ലോ ബിസിനസ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ. അതിനെക്കുറിച്ച് ഓരോ ലീഡേഴ്സുകളുടെയും എക്സ്പീരിയൻസ് കേട്ട് ഇഷ്ടപ്പെട്ടു. ചെയ്യാൻ പറ്റും, ലേഡീസുകൾക്കും ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല, ടീം നല്ല ടീമാണ്. എക്കോ ചാമ്പർ ഡോക്ടർ മോഹൻ സാറിന്റെ ടീമിലാണ്, പാലക്കാടുള്ള അദ്ദേഹമാണ് ഇതിന്റെ ടീമിന്റെ ഏറ്റവും വലിയ സാറ്. അപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ ബിസിനസ് കരിയറായിട്ട് എടുത്ത് പ്രൊഡക്ട്സുകൾ എടുത്ത് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി.
പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ പോയപ്പോ എനിക്ക് 400 രൂപ തോട്ടത്തിൽ കിട്ടണമെങ്കിൽ ഉച്ചവരെ പണിയെടുക്കണം, വെയിൽ കൊള്ളണം, ബുദ്ധിമുട്ടാണ്. വന്നിട്ട് പിന്നെ പണിയെടുക്കണം, ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ആലോചിക്കും ഒരു കവചപ്രാശ് വിറ്റാ 400 രൂപ. ഓക്കെ. ഒരു പേസ്റ്റ് വിറ്റാ 50 രൂപ, ഒരു 95 വിറ്റാ 750 രൂപ. അതൊക്കെ ഞാൻ മനസ്സിലാക്കി പ്രൊഡക്റ്റുകൾ സിമ്പിളായിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് തുടങ്ങി. അങ്ങനെ 1.5 മാസം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രൊഡക്റ്റുകൾ മുഴുവൻ 61 വിറ്റ് പണയപ്പാട് എടുത്ത് ഞാൻ സന്തോഷവതിയായി. വീണ്ടും ഞാൻ പ്രൊഡക്റ്റ് എടുത്ത് അങ്ങനെ നല്ല രീതിയിൽ പ്രൊഡക്റ്റും പ്ലാനുകളും കൊടുത്ത് ബിസിനസ് ശക്തമായിട്ട് പോയി. ഇതില് എക്കോ ചാമ്പറിൽ കുറച്ച് പുസ്തകങ്ങൾ തയ്യാറാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതുവഴിയാണ് എനിക്ക് ബിസിനസ് ഫാസ്റ്റ് ആയിട്ട് പോകാൻ കാരണം. അങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കുക, അങ്ങനെയൊക്കെയുള്ള സിസ്റ്റങ്ങളുണ്ട്. അപ്പൊ പ്രകാരം പോയത് കൊണ്ട് തന്നെ സിമ്പിളായിട്ട് 1.5 മാസം കൊണ്ട് തന്നെ വിറ്റ് കഴിഞ്ഞ് അങ്ങനെ നല്ല രീതിയിൽ വർക്ക് എടുത്ത് പോയി. അങ്ങനെ ഓരോ റാങ്കുകളും അച്ചീവർ ആവാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ടീമിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഫുൾ ടൈം എൻ്റെ കരിയർ ബിസിനസ് ആക്കിയിട്ട് തന്നെ എടുത്തു. അങ്ങനെ ഹസ്ബൻഡും ജോയിൻ ചെയ്തു. അങ്ങനെ രണ്ടു കൂട്ടരും കൂടെ നല്ല രീതിയിൽ വർക്ക് എടുത്തുകൊണ്ട് പോവാണ്. ഇന്ന് 17ഓളം പെർഫോമൻസ് അടിച്ചു. ടീമിനെ നല്ല രീതിയിൽ വർക്ക് എടുത്തുകൊണ്ട് പോണു. ഇതിന്റെ വിജയത്തിന്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റിംഗ്, പ്രോഗ്രാം, GTS ഒരു കാരണവശാലും ഞാൻ വിടില്ല. എന്തൊക്കെ വീട്ടിലെ പ്രശ്നങ്ങൾ വന്നാലും നമ്മളത് വിട്ടുകളയില്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ബിസിനസ്സിൽ പിടിച്ചു നിർത്താനും എന്നെ വളർത്താനും എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനും കഴിഞ്ഞത്. എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് GTS മീറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ നമുക്ക് ഫീൽഡ് പോകുമ്പോൾ ഫുൾ നെഗറ്റീവ് തന്നെ കിട്ടുക. ഒരാഴ്ചത്തോളം നമ്മൾ വർക്കിന് പോയി കഴിഞ്ഞാൽ പല ആളുകളിൽ നിന്ന് നെഗറ്റീവ് കിട്ടും. പക്ഷെ അത് പോസിറ്റീവ് എനർജിയിൽ കൊണ്ടുവരണമെങ്കിൽ ബുധനാഴ്ച കിട്ടുന്ന തൃശ്ശൂർ GTS, അതിന് മുന്നേ തൃശ്ശൂർ GTS വരാനായിട്ട് മുന്നേ ഞങ്ങൾ ചാലക്കുടിയിൽ ഞങ്ങളുടെ സ്വന്തമായിട്ട് GTS നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് അത് നിർത്തലാക്കി. ഇപ്പൊ ഞാൻ വീണ്ടും തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്, നമ്മുടെ ടീമിന്റെ മാത്രമായിട്ട് GTS. അങ്ങനെ അതാണ് നമ്മുടെ വളർച്ചയിൽ കാരണമായിട്ട് വന്നത്. അങ്ങനെ ശക്തമായിട്ട് ബിസിനസ് ചെയ്ത് ഒന്നുമില്ലായ്മകളിൽ വന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാതും ഓരോന്ന് നേടിപ്പിടിക്കാൻ തുടങ്ങി. കുട്ടികൾക്ക് കഴിച്ചേനായിട്ടും അതുപോലെ തന്നെ മോളെ ഞാൻ ഇപ്പൊ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന മോൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന BSc നഴ്സിംഗിനാണ്, ബാംഗ്ലൂരാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 10 ലക്ഷം രൂപ അടച്ചുകൊണ്ട് പോണതും ഈ ബിസിനസിന്റെ ഒരു ഭാഗമായിട്ടാണ്. അല്ലാതെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ഇക്ക നാട്ടിൽ തന്നെയാണ്. രണ്ടുപേരും കൂടി ബിസിനസ്സാണ് ഏറ്റെടുത്ത് കരിയറായിട്ട് എടുത്ത് ചെയ്യുന്നത്. 3 പേർക്കും, മോള് 18 വയസ്സാകുമ്പോൾ മോൾക്കും എൻട്രി അടിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് ഇന്ന് സോണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തായ്ലൻഡ് അങ്ങനെ കമ്പനി തായ്ലൻഡ് ഇട്ടപ്പോൾ തായ്ലൻഡും അച്ചീവറാണ്. അതിശക്തമായിട്ട് ഞാനപ്പോ നിൽക്കുന്നത് STS റാങ്കിലാണ് തായ്ലൻഡിന്റെ ഓഫർ ഇട്ടപ്പോൾ. അപ്പോൾ ഓൾറെഡി ഹസ്ബൻഡ് ഇതിലെ ഡിസ്ട്രിബ്യൂട്ടർ ആണല്ലോ, ഉള്ള ഭാഗം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഒരു ഭാഗം ബിസിനസ് തായ്ലൻഡ് അടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്തെ ഭാഗം ഞാൻ പെട്ടെന്ന് തായ്ലൻഡ് അടിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് തായ്ലൻഡിൽ പോയി വന്നത്. അന്ന് ഡയമണ്ട് ആയിട്ടുള്ള അനീഷ് സാറ്, മോഹൻ സാറ്, ഡോക്ടർ മോഹൻ സാറ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ടീം കോർഡിനേറ്റർ മനോജ് സാറ്, അവരുടെ കൂടെയൊക്കെ തായ്ലൻഡിൽ പോകാൻ കഴിഞ്ഞു. സന്തോഷമായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ലോകം കണ്ടിട്ടുണ്ടായില്ല. ആദ്യമായിട്ടാണ് വിമാനത്തിൽ കയറുന്നത്. ഒന്നുമില്ലായ്മകളിൽ നിന്ന് അത്രയും സ്വപ്നങ്ങളിൽ 3 കൊല്ലം കൊണ്ട് തന്നെ വരാൻ കഴിഞ്ഞു. 19/2/2022 ബിസിനസ്സിൽ കയ്യിൽ കിട്ടി. ഇന്ന് വരെയും എൻ്റെ ജീവിതം ഉണ്ടെങ്കിൽ ഈ ബിസിനസ് തന്നെയാണ്. ഇനി മരിക്കുന്നുണ്ടെങ്കിലും ഈ ബിസിനസ്സിൽ നിന്നിട്ട് തന്നെയായിരിക്കും. എന്നെ ജീവിതം മാറ്റിമറിച്ച് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ആയിക്കോട്ടെ, വസ്ത്രങ്ങളായിക്കോട്ടെ, എല്ലാം എം ഐ ലൈഫ് തന്നെയാണ് എൻ്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ്സിലേക്ക് വന്ന DTC തൊട്ടിട്ട് ഇതുവരെ ലോയൽറ്റി ഒരു മാസം പോലും വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെ ലോയൽറ്റി കംപ്ലീറ്റ് ആണ്. കളഞ്ഞിട്ടില്ല. ടീമിനെ അതുപോലെ തന്നെ റാങ്കുകൾ അച്ചീവർ ആക്കി കൊണ്ടുവരാനൊക്കെ സെന്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നെക്സസ് എന്നുള്ള പ്രോഗ്രാം നമുക്ക് തിരുവനന്തപുരത്ത് നടന്നു സമയത്ത് ഇവിടെ എല്ലാ ടീമിലും എല്ലാ റാങ്കുകളിലും അവിടെ അച്ചീവർ ആയിട്ട് കയറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഡിസ്ട്രിബ്യൂട്ടർ ലെവൽ തൊട്ടിട്ട് STC വരെ, അതുപോലെ പെർഫോമൻസ് വരെ എല്ലാ ലീഡേഴ്സുകളെയും അവിടെ ഞാൻ അച്ചീവർ ആയിട്ട് ഞങ്ങളുടെ ടീമിൽ കയറാൻ കഴിഞ്ഞു. അതൊക്കെ വളരെയേറെ സന്തോഷമാണ്. അതുപോലെ തന്നെ ഒന്നും സംസാരിക്കാൻ അറിയില്ലായിരുന്നു. ഇത്രയും സംസാരിക്കാൻ ഈ ബിസിനസ്സിൽ വന്നതുകൊണ്ടാണ് ഇത്രയൊക്കെ സംസാരിക്കുന്നത് തന്നെ. കാരണം ഒന്നും ഇല്ലായ്മകളിൽ നിന്ന് വന്ന് ഒരു മൈക്ക് പിടിക്കുമ്പോൾ, സത്യത്തില് ഞാൻ ഒരു ഫസ്റ്റ് റാങ്ക് പിടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ പേരും സ്ഥലവും പറയാൻ പറഞ്ഞപ്പോൾ പോലും എനിക്ക് പറയാൻ അറിഞ്ഞില്ല. എൻ്റെ സ്ഥലം പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ പേരാണ് ഞാൻ അവിടെ ഉച്ചരിച്ചത്. സ്ഥലം പറയുന്നിടത്ത് എൻ്റെ പേരാണ് ഉച്ചരിച്ചത്. അത്ര പോലും വിറച്ചുകൊണ്ട് ചെയ്തിരുന്ന ഞാൻ ഇന്നിപ്പോ ഈ ഒരു സൂമിൽ സംസാരിക്കാൻ പോലും പ്രാപ്തരായത് ഈ ബിസിനസ്സാണ്.
ഹലോ. നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ബിസിനസ്സിൽ കൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് തന്നെ. എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് തന്ന ലീഡേഴ്സുകൾ തന്ന നിർദ്ദേശങ്ങള് അപ്പാടെ വിശ്വസിക്കുക, അവരുടെ കൂടെ പ്രവർത്തിക്കുക, അവരുടെ കൂടെ ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ എഴുന്നേൽക്കുന്നു. ഇന്നും ഞാൻ ആ തുടർന്നിട്ട് തന്നെ 4 മണിക്ക് എഴുന്നേറ്റ് ഇന്ന് എല്ലാ പണികളും കഴിഞ്ഞിട്ട് തന്നെയാണ് ഈ സൂമിൽ വന്നിരിക്കുന്നത്. എന്റെ ശീലമാണ് 4 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത്. നേരത്തെ അത് ഓട്ടോമാറ്റിക്കലി അലാർമാണ്. അത് കറക്റ്റ് ആയിട്ട് അവിടെ എഴുന്നേറ്റിരിക്കും. അത് ചെറുപ്പം മുതലേ വെച്ചില്ലെങ്കില് ഈ ബിസിനസ്സിൽ വന്ന അന്ന് തൊട്ടിട്ട് കൂടുതൽ സമയമെടുത്തു. പിന്നെ അത് തന്നെയല്ല നമുക്ക് സ്ട്രഗിൾ ആയിരുന്നല്ലോ. തോട്ടത്തില് പോയിരുന്ന അന്ന് തൊട്ടിട്ട് അതങ്ങനെ ശീലമായി പോയിരുന്നു. അതിന്റെ ഒരു ഭാഗം കൂടി ഉണ്ട് അതിനകത്ത് ട്ടോ. പിന്നെ നമുക്ക് പ്രവർത്തിച്ച് ജീവിക്കാൻ പറ്റുന്ന അറിയാം. പിന്നെ ഇതില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഈ എം.എ.എൽ.എഫിന്ന് കമ്പനി നമുക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട് പണം. നമ്മളവിടെ പ്രവർത്തിച്ച് കമ്പനി ബി.വി ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്തേലും അക്കൗണ്ടിൽ പണം കയറുന്നറിയാം. പക്ഷെ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കില് മറ്റുള്ളവരുടെ കയ്യിൽ നമ്മൾ കടം മേടിച്ച് നമ്മുടെ കാര്യം നടക്കും. പക്ഷെ അത് തിരിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ എന്ത് ചെയ്യും കമ്പനിയിൽ നിന്ന് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ അതൊക്കെ നേടിയെടുക്കാൻ ടീമിലേക്ക് വേണ്ടി ടീം ഡിസ്കഷൻ എല്ലാ ആഴ്ചയും നടത്തി ടീമിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ പഠിപ്പിച്ച് ടി.സി ആയി കഴിഞ്ഞാൽ ടീമിലേക്ക് പ്രവർത്തനം അവർ തന്നെയായിരിക്കും ചെയ്യേണ്ടത്. അത് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഞാനത് ചെയ്യിപ്പിക്കുകയും ചെയ്യും. പഠിപ്പിച്ചെടുക്കും. അവരുടെ വീട്ടിൽ പോയിട്ടായാലും ആ ടീമിനെ ഇരുത്തി അവരുടെ ടീമിനെ ഇരുത്തി അവിടെ ടീമിനെ ലീഡറാക്കി ടി.സി എബോവ് ലീഡേഴ്സിലെ ലീഡറാക്കി അവരൊരു ടീമാക്കി നയിക്കാൻ വിടുകയാണ് ചെയ്യുന്നത്. അവിടെ ഞാൻ എപ്പോഴേലൊക്കെ വല്ല ഫോളോ അപ്പോ അല്ലെങ്കിൽ ടീം ഡിസ്കഷൻ ചീഫ് ഗസ്റ്റ് ആയിട്ടോ ഒക്കെയാണ് ഞാൻ പോവുള്ളൂ. സ്വയം അവരെ പ്രാപ്തരാക്കി എടുക്കുകയാണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടിയെത്താൻ പറ്റില്ല. പല സ്ഥലങ്ങളിലും പല ദിക്കിലും ടീം വന്നു. നമുക്ക് ഓടിയെത്താൻ കഴിയില്ല. നമ്മൾ ഇങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ലീഡർമാരും പഠിപ്പിച്ചു തരുന്നത്. എനിക്ക് അവര് തരുന്ന നിർദ്ദേശങ്ങൾ എൻ്റെ ടീമിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ടീമിലേക്കും പെർഫോമൻസുകൾ അടിച്ച് കേറി വരും. നല്ല ശക്തമായിട്ട്. അതുപോലെ തന്നെ റീപർച്ചേസും അതിനൊക്കെ ഓഫറുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് പോവാ. അതുപോലെ തന്നെ എല്ലാ മാസത്തിലും 2, 3 പ്രോഗ്രാമുകൾ നമ്മുടെ എക്കോ ചാമ്പറിൽ ഉണ്ടാവാറുണ്ട്. ആ പ്രോഗ്രാമിനെ മുൻനിർത്തിക്കൊണ്ട് ബിസിനസ് ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുവരും. അത് ആ റാങ്ക് പിടിച്ചിട്ട് വേണം കേറി വരാൻ എന്നുള്ള രീതിയില് പരമാവധി അതുപോലെ തന്നെ ടീമിലെ എല്ലാവരെയും പരമാവധി എത്ര പേര് എൻട്രി അടിച്ചിട്ടുണ്ടോ അവരുടെ അടുത്തട്ടി പോയിട്ട് തന്നെ അവരെ പ്രോഗ്രാമിൽ ഇരുത്തുക എന്നുള്ളതും ഈ ബിസിനസിന്റെ ഒരു ഭാഗമാണ്. 80, 90, 100 പേരെയൊക്കെ എൻ്റെ ടീമീന്ന് തന്നെ ഞാൻ ബിസിനസ്സിലേക്ക് ഇരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. 80 പേരോളമൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ ടീമീന്ന് തന്നെ പ്രോഗ്രാമിൽ ഇരുത്താൻ. അത്രയും പേരെ അത് സോൾജറെ പോലെ ലീഡേഴ്സുകളെ തൊട്ടിട്ട് പ്രോഗ്രാമിന് ഇരുത്താനും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു ഭാഗമാണ്. സ്വയമായിട്ട് വണ്ടി അറേഞ്ച് ചെയ്ത് 2 വണ്ടിയൊക്കെയാണ് പാലക്കാടേക്ക് ഞങ്ങള് പോവാ. ഇപ്രാവശ്യം നാവിഗേറ്റർ എന്നൊരു പ്രോഗ്രാമിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് അനീഷ് സാറാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അതുപോലെ തന്നെ സത്യമാഷിനെ വിളിച്ചിട്ട് ഞങ്ങളുടെ ടീമിൽ വിളിച്ചിട്ട് ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടുതൽ ടീമിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ബിസിനസ് മുന്നോട്ട് പോവാണ്. ഈ ബിസിനസ്സിൽ വന്നതുകൊണ്ട് ഒന്നും ഉണ്ടായില്ലായിരുന്നു. 2022 വന്നെങ്കിലും കൂടെ 23 ഞാനൊരു 2 വീലർ അച്ചീവർ ആയിരുന്നു. അതെ യമഹ എന്നുള്ള വണ്ടിയാണ് എടുത്തിട്ടുള്ളത്. 1,17,000 രൂപയുടെ റെഡി ക്യാഷ് കൊടുത്ത് വണ്ടി എടുത്തു. അതിനുശേഷം 2025 ഇപ്പോൾ വാഗനർ പുത്തം 25ലത്തെ വാഗനർ എടുത്തു. ലാപ്ടോപ്പ് ഒരു 52,000 രൂപയുടെ ലാപ്ടോപ്പ് എടുത്തു. പിള്ളേർക്ക് കൈച്ചെയിൻ മേടിച്ചു. ഈ ബിസിനസ്സിൽ വന്നത് കൊണ്ടാണ് മോളെ നേഴ്സിങ്ങിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ വീട് പണി കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർക്കാൻ കഴിഞ്ഞു. ഒരുപാട് മാറ്റങ്ങള്. ഒരുപാട്ന്ന് പറഞ്ഞാ ഒരുപാട് മാറ്റങ്ങള്. 3 പെൺകുട്ടികളാന്നറിയാം. അവർക്ക് അറിയാലേ ഓരോ സാധനങ്ങളായിട്ട് നല്ല പൈസ ഡ്രസ്സ് മേടിക്കാനായാലും ഇന്നെല്ലാം നല്ല രീതിയില് പോണു. സന്തോഷകരമായിട്ട് പോണു. നമുക്ക് ഈ ബിസിനസ്സിൽ വന്നത് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കില് നമുക്കെല്ലാം പ്രശ്നം തടസ്സം നിൽക്കുന്നത് നമ്മുടെ പണാണ്. പക്ഷേ ഈ ബിസിനസ് നമ്മുടെ കയ്യിൽ കിട്ടി. ഈ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ച് ഇതിൽ കൂടെ ഒരുപാട് പണം ഉണ്ടാക്കാൻ കഴിയുംന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പണം ഒരു പ്രശ്നമല്ലാതെയാക്കി മാറ്റാൻ ഈ കുടുംബത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഹലോ. അതുപോലെ തന്നെ കമ്പനിയിൽ നിന്ന് ലാപ്ടോപ്പ് ഫണ്ട് എക്കോ ചാമ്പറിൽ ഞാനത് കരസ്ഥമാക്കി. അത് കിട്ടിയിട്ട് 6 മാസമായിട്ടുള്ളൂ. ലാപ്ടോപ്പ് ഫണ്ടും ഞാനിതിൽ പിടിച്ചെടുത്തു. ഇനി ഞാൻ പോണത് റീജിയണൽ ടീം കോർഡിനേറ്ററിൽ അത് അവിടെയും ഫണ്ട് വരുന്നുണ്ട്. 40,000 രൂപയാണ്. അതിലും അച്ചീവർ ആവാനായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അതും ഞാൻ കരസ്ഥമാക്കും. നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്ക് ഡേറ്റ് കുറിച്ച് വെച്ചാൽ ഡേറ്റിന് എന്തായാലും ഞാൻ കരസ്ഥമാക്കും. ഒക്ടോബർ 2 ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. 2026 ഒക്ടോബർ 2 ഞാൻ എന്തായാലും നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്ക് കരസ്ഥമാക്കും. ഞാൻ എന്താണോ നേരത്തെ കൂട്ടി എഴുതി വെച്ചത് അതിനുവേണ്ടി ഇപ്പൊ തൊട്ട് പ്രവർത്തനങ്ങൾ തുടങ്ങും. അതെന്തായാലും നേടിയെടുക്കും. ഇപ്പോൾ 5 മാസമായിട്ടുള്ളൂ റീജിയണൽ ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് വന്നിട്ട്. നമ്മുടെ ഒക്ടോബർ 2026 വരുമ്പോൾ
തീർച്ചയായിട്ടും നാഷണൽ ടീം കൊണ്ടുവരണമെങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അത് കിട്ടിയിരിക്കും. ഞാൻ നേരത്തെ എഴുതി നമ്മുടെ ഗോളാണ്, സ്വപ്നങ്ങളാണ്. അത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ വഴി തന്നെ നേരത്തെ കൂട്ടി നമ്മള് മനസ്സിലാക്കി വെച്ചാലാണ് ഇപ്പൊ തൊട്ടുള്ള പ്രവർത്തനം കൊണ്ട് അവിടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. നമ്മള് ചിന്തിക്കും നമ്മളൊരു മനുഷ്യനാണ്. ആ മനുഷ്യന് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നോ ഇത് മുഴുവൻ ഈ ബിസിനസ്സിൽ നേടിയെടുക്കാൻ പറ്റുന്നുള്ളത് ഉറപ്പിച്ചു. കാരണം നമ്മുടെ വാല്യൂ മനസ്സിലാക്കാനും നമ്മളെ സമൂഹം തിരിച്ചറിയാനും ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവാനും ഈ ബിസിനസ്സിൽ കൂടെ കഴിയും. കാരണം മറ്റുള്ള മേഖലകൾ പോലെയല്ല. എവിടെ പോയാലും നമുക്ക് ഈ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു വിവാഹത്തിന് പോയോ, ഒരു എന്തെങ്കിലും ആവശ്യത്തിന് പോയോ, ഒരു ഫംഗ്ഷന് പോയോ, നമുക്ക് ഈ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമ്മുടെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുക. ഒരു വ്യക്തിനെ കണ്ടു സംസാരിച്ച് ഫോൺ നമ്പർ മേടിച്ചു അതൊരു ബിസിനസ് ആക്കിയിട്ട് എടുക്കാം. ഏകദേശം മുഖത്തൊരു കുരു കണ്ടോ അവിടെ ഒരു ഫെയർനെസ് ക്രീമും വാഷും നമുക്ക് സജസ്റ്റ് ചെയ്യാം. എന്ത് കണ്ടോ ഒരു തടിയുള്ള ഒരു വ്യക്തിനെ കണ്ടോ ആ വ്യക്തിയെ നമുക്ക് ലൈഫ് കൊടുക്കാം. എന്തിനും നമുക്ക് നടക്കാൻ പറ്റാത്തൊരു വ്യക്തിനെ കണ്ടോ നമുക്ക് അവിടെ നാച്ചിങ് കൊടുക്കാം, നോവേന ക്യാപ്സുൾ കൊടുക്കാം, മുട്ടുവേന എല്ലാം ഈ ബിസിനസ്സിൽ കൂടെ തന്നെ നടന്നു പോകുന്ന വഴിയിൽ കൂടി ഈ ബിസിനസ് ചെയ്യാൻ പറ്റിയ ബിസിനസ് നമ്മുടെ കൈകളിൽ കിട്ടിയേക്കണേ. പക്ഷെ നാം ശരിയായ ഒക്കെ ശരിയാവും. ഇതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ലീഡേഴ്സുകൾ എങ്ങനെയാണ് വളർന്നു വന്നത് എന്നുള്ളതാണ്. അതാണ് ഞാനും മനസ്സിലാക്കിയെടുത്തത്. അതാണ് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് അറിഞ്ഞത്. ഇത്രയും നല്ലൊരു അവസരം എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് എനിക്ക് ഇത്രയും ശക്തമായിട്ട് ചെയ്യാൻ കഴിഞ്ഞത് ദൈവത്തിനോട് ഞാൻ വളരെയേറെ നന്ദിയിലാണ്. പക്ഷെ എൻ്റെ ഒരു സ്വപ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയേറെ സന്തോഷമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൽ വന്നപ്പോൾ തന്നെ നമുക്കറിയാലോ അല്ലെ, ലീഡേഴ്സുകൾ ചോദിക്കും നിങ്ങൾക്ക് എന്താവാൻ ആഗ്രഹം, ബിസിനസ്സിൽ കൂടെ എന്ത് നേടാൻ ആഗ്രഹം. പക്ഷെ അന്ന് ഒന്നും ഇല്ലായ്മ എനിക്ക് ഒരു 1000 രൂപ ഒരാഴ്ചയിൽ കിട്ടിയാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ വന്നത്. ഇന്ന് ആഴ്ചയിൽ 1,40,000 വരെ ഏൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയും വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ശക്തമായിട്ട് ചെയ്യാൻ കഴിയുന്നുള്ളത് എൻ്റെ സ്വപ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി ആയിട്ട് എൻ്റെ കുട്ടിക്കാലം തൊട്ട് മദ്രസ പഠിക്കുന്നത് തൊട്ടിട്ടുള്ള ഒരു കുട്ടിക്കാലം എന്നുള്ള സ്വപ്നങ്ങളാണ്. ആള് ഗൾഫിലായിരുന്നപ്പോഴും അത് ആ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഫാമിലി ആയിട്ട് മക്കത്തും മദീനയിലും പോയി ഒന്ന് സിയാറത്ത് ചെയ്ത് വരണം എന്നായിരുന്നു എൻ്റെ സ്വപ്നം. അത് ഏകദേശം 2026 27 ഞാനത് കംപ്ലീറ്റ് ചെയ്യും. നേടിയെടുക്കുന്നതാണ്. ഇനി നിങ്ങളുടെയൊക്കെ ഓരോ പ്രാർത്ഥനകളും കൂടെ വേണം എനിക്ക്. അത് ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിച്ചോടത്തേക്ക് എത്തില്ല. ചെറിയൊരു എമൗണ്ട് അല്ല അവിടെ വരുന്നത്. അങ്ങനെ പിന്നെ സീലിംഗ് അച്ചീവ് ചെയ്യുക. 2026 സീലിംഗ് അടിക്കും. അതിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സോൾനട്ടിങ് കോർഡിനേറ്റർ 2 ആള് കരസ്ഥമായി ഇതുണ്ട്. അതുപോലെ തന്നെ DTC റാങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ടീമിൽ വന്നിട്ടുള്ളത് 9ഓളം പേരുണ്ട്. അതുപോലെ തന്നെ TC ലീഡേഴ്സുകൾ 24 പേരുണ്ട്. അതുപോലെ തന്നെ സോൾജർ ലീഡേഴ്സുകൾ 32 പേരുണ്ട്. ഇവരൊക്കെ നയിച്ചുകൊണ്ട് ശക്തമായിട്ട് സോൾജർ എന്ന് വെച്ചാൽ ഫസ്റ്റ് റാങ്ക് അതായത് നിങ്ങൾ ചമ്പറിൽ സോൾജർ ആർച്ചർ വാരി കഴിഞ്ഞിട്ട് TCയിലേക്ക് വരുന്നത്. അതൊക്കെ പറഞ്ഞറിയോന്ന് അറിയില്ല, എന്താണ് അവിടെ ഗ്രൂപ്പിൽ ഇട്ടിരിക്കണെന്ന് അറിയില്ല. TC അപ്പോൾ അതുപോലെ ശക്തമായിട്ട് ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ തൃശ്ശൂർ GTS എല്ലാവരും വിളിച്ചിട്ട് തന്നെ എല്ലാവരും GTS പങ്കെടുക്കാറുണ്ട്. ടീമായിട്ട് വരിക, ഗസ്റ്റുകളൊക്കെ ആയിട്ട് വരിക, അവിടെ വട്ടത്തിലിരുത്തി അപ്പൊ തന്നെ ഓപ്പൺ ആക്കും. പരമാവധി 61,000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് എടുക്കാനാണ് ഞങ്ങൾ നോക്കുക. കാരണം അവരെ നിന്നിട്ടുള്ളൂ ബിസിനസ്സിൽ. 5,000 രൂപയ്ക്ക് 10,000 രൂപയ്ക്ക് ബിസിനസ് എടുക്കുന്ന വ്യക്തികളും ബിസിനസ്സിൽ നിന്ന് അവർ ആ പ്രൊഡക്റ്റ് കഴിക്കാനുള്ള അവരുടെ ഫാമിലിക്ക് ഉള്ളൂ. പക്ഷെ പുറത്ത് കൊടുത്താലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അവരെ കൂടെ നിൽക്കുക, അവരെ വിജയിപ്പിക്കുക, അവരുടെ റാങ്കുകൾ മാറ്റുക എന്നുള്ളതാണ്. അവരുടെ അക്കൗണ്ടിലേക്ക് പണം കയറ്റുക എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്നെ പഠിപ്പിച്ചത് എന്താണോ അത് ടീമിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിശക്തമായിട്ട് അങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ട് പോകുന്നു. അങ്ങനെ സന്തോഷമായി എന്നുള്ളതാണ്. ഈ ബിസിനസ്സിൽ വന്നതുകൊണ്ട് വളരെയേറെ സന്തോഷം. എന്നെ നിങ്ങൾ സെലക്ട് ചെയ്തതിൽ വളരെയേറെ സന്തോഷം. ഇത്രയൊക്കെ ഇനിയുള്ളൂ എൻ്റെ എക്സ്പീരിയൻസ് പറയാനുള്ളത്. പിന്നെ ബിസിനസ് നിങ്ങൾക്ക് ഇനി ശക്തമായിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ബിസിനസ് പരമാവധി GTS മീറ്റിംഗ് പ്രോഗ്രാം വിടാതിരിക്കുക. അത് ശക്തമായിട്ടുള്ള ഒരു ബിസിനസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ടീമിലേക്കും നമ്മുടെ ഒരു കൊച്ചു ടീമായിരിക്കും. അപ്പൊ സോൾജർ TC ഒക്കെ ആണെങ്കിൽ ഒരു 4 5 പേരൊക്കെ മെമ്പേഴ്സുകൾ ഉണ്ടെങ്കിൽ അവരെ ഒരുമിച്ച് നിർത്തി അവരെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രവർത്തിച്ച ഓൾറെഡി നമ്മുടെ കുടുംബം രക്ഷപ്പെടും. ഈ ബിസിനസിന്റെ ഒരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. വന്ന വ്യക്തികൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്ത ബിസിനസ്സിൽ കൂടെ വരാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഞങ്ങൾ ലീഡേഴ്സുകൾ.
ആ കുടുംബത്തിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിസിനസ്സും കൂടിയാണ്. കാരണം ഒരുപാട് കുടുംബങ്ങൾക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാനും, ഒരുപാട് കുടുംബങ്ങളെ രക്ഷപ്പെടുത്താനും, ഒരുപാട് പേരുടെ അസുഖങ്ങൾ മാറ്റാനും, ഫാമിലി രക്ഷപ്പെടാനും ഈ ബിസിനസ്സിന് കഴിയുന്നുള്ളതാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ഈ ബിസിനസ്സിൽ. നമ്മൾ ഫുൾ ടൈം ഇറങ്ങിയാൽ മതി. പിന്നെ ഒരു ആലോചിക്കുക, നമുക്ക് കഴിഞ്ഞു പോയ സമയം നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പൊ ആ കിട്ടുന്ന സമയം ഭയങ്കര വിലപ്പെട്ടതാണ്. മിനിറ്റും മണിക്കൂർ വിലപ്പെട്ടതാണ്. അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് എടുക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോ നമ്മുടെ സമയം നമുക്ക് ആലോചിച്ച് നോക്കുക. നമ്മുടെ പ്രായം നമുക്കിപ്പോ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വയസ്സുകൾ അവരവരുടെ മനസ്സിലേക്ക് എന്ന് കരുതുക. 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ പ്രായം എത്രയാ? നമ്മൾ ഇതുപോലെ പോയാൽ മതിയോ? നമ്മുടെ ലൈഫ് അടിച്ചു പൊളിക്കണ്ടേ? ഈ ബിസിനസ്സിൽ വന്നിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു ബിസിനസ് നമ്മുടെ കയ്യിൽ കിട്ടിയാണ്. ഈ കിട്ടുന്ന അവസരം ഇപ്പത്തെ പ്രായം വെച്ചിട്ട് നമുക്ക് വർഷങ്ങൾ 2026 ഒരു വർഷം കൂടെ വയസ്സ് കൂടാൻ പോവാ. വർഷം അനുസരിച്ച് വയസ്സ് കൂടാൻ പോവാ. പക്ഷെ നമ്മൾ എന്ത് നേടി എന്ന് സ്വയം ചിന്തിച്ചു നോക്ക്. 10 വർഷമാകുമ്പോൾ നമ്മുടെ പ്രായം എത്രയാ? നമുക്ക് ഇതുപോലെ ആരോഗ്യം ഉണ്ടാവോ? നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്യാൻ പറ്റുമോ? സ്വയം ചിന്തിക്കുക, ബിസിനസ്സിനെ കരിയറായിട്ട് എടുക്കുക, ശക്തമായിട്ട് ബിസിനസ് എടുക്കുക, പ്രൊഡക്ട്സുകൾ പരമാവധി ജനങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യുക. ഒരു മടിയും കാണിക്കേണ്ട. കൊടുക്കാൻ പറ്റും നമ്മുടെ പ്രൊഡക്റ്റ് ലോകം മുഴുവൻ കൊണ്ട് നടക്കാൻ പറ്റിയ പ്രൊഡക്ട്സാ. ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉള്ളതാ. ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോലും കയറ്റുമതി ചെയ്യാൻ ഒരു കുറിപ്പില്ലാതെ കൊണ്ടുപോകാൻ പറ്റിയ പ്രൊഡക്ട്സുകളാ. എന്തിന് നമ്മൾ മടിക്കണം? എന്തായാലും ഒരു ജോലി ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നോമിനി ഫെസിലിറ്റി, ഹോസ്പിറ്റൽ ക്യാഷ്, ഇൻഷുറൻസ് കവറേജ് എല്ലാം പാക്കേജ് ആയിട്ട് നമുക്ക് കിട്ടുന്ന കമ്പനി ഫുൾ സെറ്റാണ്. നമ്മളാണ് ഇനി സെറ്റ് ആവാനുള്ളത്. അതും കൂടെ സെറ്റായി കഴിഞ്ഞാൽ ഈ ബിസിനസ് സെറ്റായി എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഇന്നത്തെ ഒരു മോർണിംഗ് മീറ്റിംഗ് സന്തോഷകരമാവട്ടെ. എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളെ സ്കൂളിൽ വിടുന്ന ടൈമുണ്ട്, മദ്രസയിൽ വിടണം. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാനവിടെ വോയിസ് ഇട്ടിരുന്നു. ആ മാഡം വിളിച്ചിട്ട് എടുത്തില്ല. ശ്രീലക്ഷ്മി മാഡം വിളിച്ചിട്ട് എടുത്തില്ല. ഞാൻ കുറെ നേരം വിളിച്ചിരുന്നു. മാഡം എന്താ തിരക്കിലായിരുന്നു എന്നുണ്ട്. ഒരു 5:45 ആയപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് പോയതാണ്. വന്നത് 7, 7:30. ഞാൻ ചെല്ലാം എന്ന് പറഞ്ഞ് അവിടെ ചെന്നിരിക്കും. ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്തിരിക്കും. ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എനിക്ക്. അതും ടൈം ഞാൻ കറക്റ്റായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ. അത് തന്നെയല്ല, എനിക്കിപ്പോ ഒരു അസുഖമില്ല. വെരിക്കോസിലെ ബുദ്ധിമുട്ടൊക്കെ മാറി. ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല. കിഡ്നിയിലെ കല്ലുണ്ടായിരുന്നു, അത് മാറി. ഇക്കാക്ക് തുമ്മലുണ്ടായിരുന്നു, അത് മാറ്റിയെടുത്തു. പിള്ളേർക്ക് പീരീഡ്സിന്റെ വയറുവേദന ഉണ്ടായിരുന്നു, അത് മാറ്റിയെടുത്തു. മോൾക്ക് ഇയർ ബാലൻസിന് സംഭവം ഉണ്ടായി, അത് മാറ്റിയെടുത്തു. എൻ്റെ ആങ്ങളയ്ക്ക് ഇയർ ബാലൻസ് ഉണ്ടായിരുന്നു, അത് മാറ്റിയെടുത്തു. അങ്ങനെ എൻ്റെ ഫാമിലിയിൽ തന്നെ തുടങ്ങിയതിന്ന് ബിസിനസ് കോട്ടയം വരെ എത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തി. തൃശ്ശൂര്, അതുപോലെ കോട്ടയം, അതുപോലെ തന്നെ മുല്ലക്കര, ആറങ്കല്ല്, തോട്ടപ്പടി, പീച്ചി അങ്ങനെയുള്ള ഒരു ഭാഗങ്ങൾ, മണ്ണുത്തി ആ ഭാഗത്തൊക്കെ ബിസിനസ് ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. നമ്മളൊരു കുതിരപ്പുറത്തിരുന്ന് കടിഞ്ഞാൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ടീമിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട്, നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട്, സൂം മീറ്റിംഗ് കൂടെ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നന്നായി പോകുന്നു. പിന്നെ ഞങ്ങളുടെയൊക്കെ ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സുമിത് സാറാണ് ഇപ്പൊ നാഷണൽ ടീം കോൺട്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ആണ് ഞങ്ങളുടെ ലീഡർ. സാർ നല്ല രീതിയിൽ തൃശ്ശൂരൊക്കെ ഇവിടെ വരാറുണ്ട്, അതുപോലെ തന്നെ മലപ്പുറത്തൊക്കെ വരാറുണ്ട്. സുമിത് എന്നാണ് പാലക്കാട് നിന്ന് വരുന്നത്. സാറാണ് എല്ലാം നിർദ്ദേശങ്ങളും തന്ന് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് മുന്നേറി പോണത്. അങ്ങനെ ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസരം തന്ന എല്ലാ ലീഡേഴ്സുകൾക്കും നന്ദി പറയുന്നു. താങ്ക് യു ഓൾ ലീഡേഴ്സ്. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായി മാറട്ടെ. ഇനി എല്ലാവരും നല്ലൊരു ടീമിനെ നയിച്ചുകൊണ്ട് മുന്നേറാനും ഫാമിലി രക്ഷപ്പെടാനും ഈ ബിസിനസ് കരിയറായിട്ട് ഏറ്റെടുത്ത് ചെയ്യാം. ബിസിനസിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കുക. എന്ത് ഫീലിംഗ് വന്നാലും ഓരോ യൂട്യൂബിൽ കയറിയിട്ട് നമ്മുടെ ഓരോ ലീഡേഴ്സുകളുടെയും എക്സ്പീരിയൻസ് കിട്ടുന്നത് ഏറ്റവും നല്ലതാണ്. ഞാൻ ചെയ്യാറുണ്ടത് ഓരോ ലീഡേഴ്സുകളുടെയും യൂട്യൂബിൽ കയറിയിട്ട് അനീഷ് സാറിൻ്റെ ആയിക്കോട്ടെ, മനോജ് സാർ, മോഹൻ സാറ്, സാറുമാരെയൊക്കെ എക്സ്പീരിയൻസുകൾ, അതുപോലെ ബിസിനസ് ചെയ്യേണ്ട കാര്യങ്ങൾ, നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവന്ന ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും. നെഗറ്റീവ് അടിച്ച് നെഗറ്റീവിലേക്ക് വന്നാൽ പോയി ബിസിനസ്. നമ്മൾ പോസിറ്റീവ് ആരെ കയ്യിലെങ്കിലും എന്തെങ്കിലും കിട്ടണം. ബിസിനസ് അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഫുള്ള് നെഗറ്റീവാണ് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ. അപ്പോ അവിടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ്. എന്ത് നെഗറ്റീവ് വന്നാലും അതിനെ പോസിറ്റീവ് എനർജിയിലാക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ബിസിനസ് മുന്നോട്ട് പോകാൻ നമ്മളെ നയിക്കുന്നത്. അപ്പൊ ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഈ ഒരു അവസരം തന്ന